ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഇന്ന് വരെ ലൈഫിൽ വന്നിട്ടില്ലാത്ത ഒരു തരം ക്യാരക്ടേഴ്സുമായിട്ട് വരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ഈ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സംഭവത്തിന് അവരെത്രമാത്രം ഇതിനെ അതെ ഇത് മാത്രമല്ല ഇതിനെ ഇൻസ്പയർ ചെയ്യാൻ കാരണം തന്നെ ഉടനെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു നോർത്ത് ഇന്ത്യയിൽ നടന്ന ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ആണ്, ഒരു കഥയുടെ ഒരു ചെറിയ അംശം. അത് ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു ഇതാണ്, ഹസ്ബൻഡും ഫാമിലിയും മൊത്തം. അപ്പൊ അവിടുന്ന് ഉണ്ടാക്കിയ കഥയാണ്. ജൂലിയന് ബഷീറാണ്, അഷ്റഫാണ് ഇതിന്റെ റൈറ്റർ. സോ അങ്ങനെ ഒരു സ്ത്രീ ആണ് ഇതിന്റെ റൈറ്റർ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ മനസ്സിന്റെ വേദന ഒരു സ്ത്രീക്ക് അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കഥയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒരു പുരുഷന്റെ ഒരു ആണിന്റെ പെർസ്പെക്റ്റീവ് നല്ല ഈ കഥ എഴുതിയിരിക്കുന്നത് സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് എന്ന് വെച്ചുകൊണ്ട് ഇത് മൊത്തം ഒരു സ്ത്രീയുടെ സിനിമ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സഫർ ചെയ്ത ചില വിഷയങ്ങളും നിമിഷങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷെ നല്ല രീതിയിൽ ഇതിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ മുന്നോട്ട് കൊണ്ടുപോയി. റൈറ്ററും കൂടിയാണ് ജൂലിയാന എന്ന് പറയുന്നത് മലയാള സിനിമയിലേക്ക് ഒരു റൈറ്റർ. കണ്ടന്റ് അവരുടെ ആണെങ്കിലും പോലും ഇതിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ആണ് അതിന്റെ മെയിൻ തിങ്. സോ ഇതിനെങ്ങനെ കൊണ്ടുപോകണം, ഇപ്പൊ കണ്ടന്റ് ആർക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ ആ കണ്ടന്റ് ഒന്നാമത് ടച്ച് ചെയ്യാതിരിക്കണം. പിന്നെ ഒരു നടന്ന വിഷയമായിരുന്നു ഇത്. അങ്ങനെയൊക്കെ ഒരു ന്യൂ കമർ അത് ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് ഒരു ലേഡിയാണ്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, ആ ഒരു സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്ത രീതിയെ കുറിച്ച് എന്ത് തോന്നിയിരുന്നു ആദ്യം പടം ചെയ്യുമ്പോൾ? സ്ക്രിപ്റ്റ് വായിക്കുന്നതിന് പറയുമ്പോൾ ഞാൻ വായിച്ച് കേട്ടിട്ടില്ല ഞാൻ. കാരണം വെച്ചാൽ VM വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ്, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം കാലാൽ പടയുന്നുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഈ കഥയും ഇങ്ങനെ പറഞ്ഞു ഒന്ന് ഇൻസ്പയർ ചെയ്യാനുള്ള ഈ കഥയുടെ ഒറിജിനൽ മാറ്റർ അത് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം നമ്മുടെ നാടിൻ്റെ കൾച്ചറുമായിട്ട് കുറേ മാറ്റം മാറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഡയറക്ടറിനുള്ള വിശ്വാസം. കാരണം VM വിനു പോലുള്ള സംവിധായകൻ ഈ പടം ചെയ്യുമ്പോൾ പിന്നെ വേറെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് സിനിമകളൊക്കെ എപ്പോഴും ഏത് സിനിമ വരുമ്പോഴും അത് ഏത് റൈറ്റർ കഥ എഴുതുമ്പോഴും പോലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെ എന്ത് തരം മനുഷ്യനാണ്. VM വിനുവിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവിടെ പതിയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സബ്ജക്റ്റ് അദ്ദേഹത്തെ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വേറെ ചോദിക്കാനില്ല. എനിക്കറിയാം ഇത് എവിടെ പോകും, ഇത് എവിടെ എത്തും, ഇങ്ങനെ എത്തും എന്നുള്ളത്. ഭാമ ചോദിച്ചിട്ടുണ്ടോ വിൻചേട്ടൻ്റെ അടുത്ത് എന്താണ് എന്നെ ഈ ക്യാരക്ടറിലേക്ക് ചൂസ് ചെയ്യാനുണ്ടായത്? ഫസ്റ്റ് എന്നെ വേണുചേട്ടനാണ് ആദ്യം ഈ ക്യാമറാമാൻ വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം ഈ ക്യാരക്ടറിന് അല്ലെങ്കിൽ ഈ പടത്തെപ്പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു കാര്യമാണ് ചോദിച്ചത്, നിനക്ക് ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടറും കഥയാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയൊക്കെ രണ്ടാമതാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ ഹീറോയിൻസിൻ്റെ ഇമേജ് ഒരു പ്രശ്നമാകും, കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ഒന്നും മീൻസ് ചെറിയ പ്രായത്തിലുള്ള ക്യാരക്ടറൊന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് നല്ല ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു എലമെൻറ്റ് വെച്ചിട്ട് ഞാൻ സിനിമ വിടേണ്ട ഒരു ആവശ്യമില്ല, ഇത്രയും നല്ല സിനിമകൾ വിടേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നും ചിന്തിക്കാറോ എടുക്കാറോ ഉള്ള ഒരാളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പോൾ ചെറിയൊരു കണ്ടന്റ് പറഞ്ഞു ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട്. അപ്പം തന്നെ എവിടെയൊക്കെ ഇങ്ങനെ ഒരു കത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് വിനുചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് സിനിമയെക്കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ട് കാര്യം പറയുന്നത്. അപ്പം എനിക്ക് വിനുചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയിൽ വന്ന സമയം മുതൽ തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ട സമയം മുതൽ തന്നെ നമ്മൾ മനസ്സിൽ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അങ്ങനെയുള്ളൊരു ഡയറക്ടറാണ് വിനുചേട്ടൻ. കാരണം വിനുചേട്ടനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അളവിൽ ഫാമിലി ഓഡിയൻസ് ഉണ്ട്. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളുടെ ഒരു ആളുകൾ ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാവാം എന്തോ നല്ലൊരു പെർസെൻറ്റേജ് ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സിനിമ വെറും ഒരു സിനിമ ആവില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് റഹ്മാനിക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും പടം ചെയ്യുന്ന ഒരാളല്ല, വളരെ ഇങ്ങനെ എന്താ പറയാ ഫിൽറ്റർ ചെയ്തൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മാറ്റി വെച്ച് അപ്പോൾ ഈ രണ്ടുപേരും ഫിലിം ചെയ്യണമെങ്കിൽ അതിന് തക്ക ഒരു റീസൺ എന്തായാലും ഉണ്ടാവും ആ ഒരു ഫിലിമിൽ. പിന്നെ ഓഫ് കോഴ്സ് ക്യാരക്ടറും കഥയും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഉറപ്പായിട്ടും നമ്മളിത് മിസ് ചെയ്യേണ്ട ഒരു ഫിലിം അല്ല. ഇക്കടെ മറ്റേ ഒരു മധുര കിനാവിനൊക്കെ പാട്ട് കേട്ടിട്ടാണ് വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു, ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള. എപ്പോഴെങ്കിലും തോന്നിയോ ഇക്കടൊപ്പം അങ്ങനെ ഒരു പാട്ട് ഡാൻസ് ചെയ്യാൻ പറ്റാതെ വന്നതിന്റെ വിഷമം ഫീൽ ചെയ്തിരുന്നു? അന്നത്തെ കാലത്തിലൊക്കെ വന്നിരുന്നെങ്കിൽ പക്ഷേ സന്തോഷമില്ലയോ? ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഞങ്ങൾ പാട്ട് ചെയ്തു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അത്തരം ഒരു സ്റ്റൈലിൽ എനിക്കൊരു റൊമാൻറ്റിക് സോങ് ചെയ്യാൻ പറ്റിയത്. കാരണം ഒരുപാട് കാലങ്ങളായി അതുപോലെ ഒരു, കാരണം ഈ അടുത്ത കാലത്ത് ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങളാണ് ചെയ്തത്, കുറച്ച് മെച്ചോർഡും ഒക്കെ ആയിട്ടുള്ള. അപ്പം പിന്നെ ഇങ്ങനെ ഒരു കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതും ബാമയെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൂടെ ഇതില് എന്താ വെച്ചാൽ പ്രേക്ഷകർക്ക് വേറെ ട്രീറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ സൈഡ് പറയണേ, ഞാനെപ്പോഴും ഓരോ പടം ചെയ്യുമ്പോഴും എനിക്ക് വരുന്ന കമൻസും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലും മെസ്സേജും ഫ്രണ്ട്സും ഫാൻസും എല്ലാവരും വായിക്കുന്നു, പഴയ റഹ്മാനെ അങ്ങനെ ഇങ്ങനെ അതുപോലൊരു സിനിമ, അല്ലെങ്കിൽ കാണാൻ പറയുന്ന പോലൊരു സിനിമ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമൻസ് വന്നു. കാരണം അവർ അന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അതേ ആ രൂപത്തിൽ വരാൻ പറ്റുമോ എന്നൊക്കെ, അത് രൂപത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഈ പടത്തിൽ അതെല്ലാം ഉണ്ട്. എൻ്റെ ആ കാലമുണ്ട്, 80-ലെ കാലമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലമുണ്ട്, അത് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലമുണ്ട്. മൂന്ന് മുഖങ്ങളായി കാണും. പക്ഷെ എനിക്ക് ഏറ്റവും കഷ്ടം തോന്നിയത് ഫസ്റ്റ്, കാരണം ഞാൻ തിരിച്ചു വീണ്ടും ആ യൂത്തും ആ ഇതിലേക്ക് പോകണം. ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി സത്യം പറയുകയാണെങ്കിൽ ഒരു 11 കിലോ കുറച്ചിരുന്നു. അത് എൻ്റെ ഒരു സംവിധായകൻ ആവശ്യപ്പെട്ട ആദ്യത്തെ ഒരു ഇതാണ്, ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്, ഒരു യങ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് സോ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ വെച്ചാൽ ബാമയാണ് ഹീറോയിൻ. അപ്പം ഞാൻ അത്രയും ചെറുപ്പാവാൻ എങ്ങനെ പറ്റും എന്റെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ടാവാം മേ ബി അത്രയും നമ്മള് ആക്ച്വലി ചെയ്തില്ലേ ഡാൻസ് അല്ലേ, റൊമാൻസ്, മരം ചുറ്റി മരംചുറ്റിയൊക്കെ മരംചുറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ ചെറുതായിട്ട്. ഓക്കെ, പക്ഷെ എന്നാലും കുറെ കെട്ടിപ്പിടുത്തും താൻ രക്ഷപ്പെട്ടു. അങ്ങനെ അല്ലെങ്കിൽ കൊള തന്നെ ഞാനിപ്പോ ഡാൻസ് ചെയ്തിരുന്നു. ഞാൻ ഡാൻസ് ചെയ്തല്ല, അല്ല തന്റെ പേര് പോകും, അല്ലല്ല ബാമയുടെ പേര് പോകുന്നു. ഞാൻ ഡാൻസ് നല്ല ഡാൻസറാണ്. ഞങ്ങള് ശരിക്കും വർക്കിംഗ് സമയത്തൊക്കെ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചറിയും എങ്ങനെയായിരുന്നു ആ സമയത്ത്, എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചറിയും. അപ്പോൾ എന്തായാലും മറുപടി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ആശംസിക്കുന്നു. രണ്ടുപേർക്കും തിരിച്ചു വരവൊരു സംഭവമാവട്ടെ. ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.